ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബജാജിൻ്റെ ഇസഡ് വണ്ടിയുണ്ട്, എക്സ് വൈഡിൻ്റെയും കോമ്പാക്റ്റിൻ്റെയും നടുക്കുള്ളൊരു വണ്ടിയുണ്ട്. ആ വണ്ടി ഒന്ന് പരിചയപ്പെടാം. ഷോറൂമിൽ നിന്ന് വന്ന കണ്ടീഷനാണ്. ആ വണ്ടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഇസഡ് എന്ന് പറഞ്ഞ വണ്ടി കേട്ടോ. ഷോറൂമിൽ നിന്ന് വന്ന കണ്ടീഷനാണ്. അത് നോക്കി ഇങ്ങനെയാണ്. ഇനി പണിത് കഴിയുമ്പോൾ ഇങ്ങനെയല്ലായിരിക്കും. അതുണ്ടോ, പിന്നെ ബാക്കിയൊക്കെ ഉണ്ടോ, ബാക്കിയൊക്കെ നല്ല സെറ്റ് അടിപൊളിയല്ലേ ഉള്ളത്. നല്ല ലുക്കുണ്ട് കാണാൻ. ഇതൊക്കെ പടതൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും സെറ്റാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ എയർ ഫിൽറ്റർ മുകളിലായിട്ടാണ് ഇരിക്കുന്നത്. ഇതുണ്ടോ, എയർ ഫിൽറ്റർ ഇതിൻ്റെ മുകളിലായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ പടതൊക്കെ അടിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ വയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ സൈഡിൽ വയ്ക്കും. ആണോ, ഇതിൻ്റെ വീല് വരുന്നതുണ്ടോ, ട്യൂബ്ലെസ് ടയർ, 4 ബോൾട്ട്, ചെറിയ ടയറാണ്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഡോറ് നോക്കി, ഡോറ് നിങ്ങളുണ്ടോ, ഡോറൊക്കെ സിമ്പിളായിട്ട് തുറക്കാൻ പറ്റും. ഉണ്ടോ, അടിപൊളിയായിട്ട് തുറക്കാം. ഇതിന് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ട്. കയറി നമ്മളിങ്ങനെ ഇരുന്നാലും ആണോ, ഇത്രയും സ്പേസ് ഇങ്ങനെ ഫ്രണ്ടിലോട്ടുണ്ട്, ഇത്രയും ഗ്യാപ്പ്. പിന്നെ കമ്പനി വന്നൊരു മീറ്ററാണ്. ഈ സീറ്റും കമ്പനി തന്നെയാണ്. ഇതിൻ്റെ ഉള്ളുണ്ടത് ഇതുപോലെ ഒരു ടോപ്പ് ലൈറ്റ് വരും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ ഇത് ഇങ്ങനെയാണ് കണ്ടത്. 5 ഗിയറാണ്, എല്ലാ ഗിയറും താഴോട്ട്, റിവേഴ്സ് മാത്രം മുകളിലോട്ട്. റിവേഴ്സ് ഇടണമെങ്കിൽ ഇവിടെ സ്വിച്ച് ഉണ്ട്, അതേപോലെ ഞെക്കിയിട്ട് റിവേഴ്സ് ഇടണം. പിന്നെ ഡീകംപ്രഷൻ സ്റ്റോപ്പർ അതാണ്. അതിൻ്റെ എൻജിൻ സ്വിച്ച് വരുന്നത് താഴെയാണ്. പിന്നെ താഴെ നോക്കി വൈപ്പർ, പവർ ഇൻഡിക്കേറ്റർ, ഒരു സ്വിച്ച് എക്സ്ട്രാ വെച്ചാൽ പിന്നെ സ്വിച്ചും കൂടെ പിടിപ്പിക്കാറുണ്ട്. പിന്നെ ഡാഷ്ബോർഡ് എന്ന് പറയാൻ ഒരു ചെറിയ ഡാഷ്ബോർഡാണ്. ഇവിടെ ഒരു USB കേബിൾ കുത്തി ചാർജ് ചെയ്യാൻ പറ്റുന്ന ചാർജർ ഉണ്ട് കണ്ടോ, ചാർജർ ഉണ്ട്. ഇത് കമ്പനി തന്നെയാണ് കണ്ടോ. ഉണ്ടോ അതെ, ഡോറും നല്ല സെറ്റപ്പ് ഡോറാണത്. സിമ്പിളായിട്ട് അടയ്ക്കാൻ പറ്റും കണ്ടോ, അടയ്ക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാറിൻ്റെയൊക്കെ ഇൻറ്റീരിയൽ വർക്ക് നമ്മൾ ചെയ്യണ ആ ഒരു സെറ്റപ്പാണ് കണ്ടത്. സൈഡിൽ സ്പീക്കർ വയ്ക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. ഇത് ഇവിടുത്തെ ഇൻഡിക്കേറ്ററിൻ്റെ കണ്ടത്. ഡാഷ്ബോർഡ് തന്നെ ഒരു അടിപൊളിയാണ്. ഇവിടെ തന്നെ സ്പീക്കറുണ്ട്, ഹൈറ്റ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹൈറ്റ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര സെറ്റപ്പാണ്. എൻജിൻ സ്വിച്ച് നമുക്ക് താഴെയാണ്. ഇത് ഓണാക്കി നോക്കാം. ഓണാക്കുമ്പോൾ ഇവിടെ തെളിയും കണ്ടോ. ഇത് ഇവിടെ ന്യൂട്രൽ വരുമ്പോൾ ന്യൂട്രൽ ഇവിടെ കാണിക്കും കേട്ടോ. ഡീസലൊക്കെ അടിക്കുന്ന അപ്പുറത്താണ്. ഇത് എക്സ്ട്രാ വെച്ചേക്കുന്നത്. വാക്കേഷൻ കണ്ടോ, വാക്കേഷൻ തന്നെ നല്ലൊരു അടിപൊളി ലുക്കാണ്. അതിൻ്റെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളും നല്ല ഉള്ളിലായിട്ട് കയറിയിരിക്കണേ കണ്ടോ. അത് ഉള്ളിലായിട്ടാണ് കയറിയിരിക്കണേ. പിന്നെ ഡീസലിൻ്റെ തുറക്കണേ ഈ സൈഡാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റെപ്പിനും കാര്യങ്ങളും വെക്കണമെന്ന് പറയാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്കിങ്ങനെ പൊക്കാൻ പറ്റും കണ്ടോ. അതെ, സ്റ്റെപ്പിന് ബാറ്ററിയൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം കേട്ടോ. പിന്നെ ജാക്കി എല്ലാം ഉണ്ട്. അതിനുള്ളൊരു പീസ് കാരിയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. വെള്ളം കയറില്ല, നല്ല സെറ്റായിട്ടാണ് ഇതിൻ്റെ ഇത് വെച്ചേക്കണേ. നമുക്ക് അടി സിമ്പിളായിട്ട് തന്നെ ഇങ്ങനെ തുറക്കാം. അതുപോലെ തന്നെ നമ്മൾ അടയ്ക്കും തുറക്കുകയൊക്കെ ചെയ്യാം സിമ്പിളായിട്ട് കണ്ടോ. അങ്ങനെ കൊള്ളാം. ചവിട്ടിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെയാണ്. പടത കമ്പനി വന്ന പടതയാണ്. ഇതിൻ്റെ കൂടെ എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. ബാക്ക് വശം നമുക്കൊന്ന് തുറന്ന് കാണിച്ചു തരാം. ബാക്ക് വശത്തുണ്ടോ, ബാക്ക് വശത്ത് നമുക്ക് പടത ഇടാനുള്ളൊരു സംവിധാനങ്ങളും ക്ലിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് കുപ്പി വയ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഡോറെന്ന് വെച്ചാൽ പ്രത്യേക സെറ്റപ്പ് കണ്ടത്. ഇങ്ങനെ സൈഡിലോട്ട് വലിച്ചാണ് തുറക്കണം കണ്ടോ. കണ്ടോ, സൈഡിലോട്ട് വലിച്ചിങ്ങനെ തുറക്കാം. സൈഡിലോട്ട് വലിച്ച് തുറക്കുമ്പോൾ കണ്ടോ, ഇങ്ങനെ 2 വള്ളി പോലൊരു സംവിധാനമുണ്ട്. പിന്നെ അടയ്ക്കാനും നല്ല സിമ്പിളാണത്. നമ്മൾ മറ്റേ വണ്ടി പോലെ അല്ല. ഇതിങ്ങനെ അടയ്ക്കുക, ഇങ്ങനെ തള്ളിയത് കണ്ടോ. തള്ളിക്കഴിഞ്ഞാൽ ഡോർ സിമ്പിളായിട്ട് അടയ്ക്കാം. ഇവിടെ ഒരു ചെറിയ ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇത് വെച്ച് അടയ്ക്കാനുള്ളതാണ്. എയർ ഫിൽറ്റർ വേക്കണുണ്ടോ, ഇങ്ങനെ മുകളിലോട്ടാണ് വേക്കണേ. അതൊക്കെ മാറ്റി വയ്ക്കാനുള്ളതാണ്. അത്യാവശ്യം ബാക്കിൽ നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് എൻജിൻ പോലെ ഒന്ന് തുറന്ന് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ എൻജിൻ്റെ കണ്ടത് സിമ്പിളായിട്ട് ആ സൈഡുണ്ട്. ഇങ്ങനെ തുറക്കാം. തുറന്ന് കാണിക്കാം കേട്ടോ. അതേ നോക്കിക്കോട്ടോ. കണ്ടത് സെറ്റാണ്. ഇങ്ങനെ താഴെ വന്നിരുന്നോളും. എൻജിൻ പോലെ തന്നെ വലിയ എൻജിനാണ് ഇരിക്കണത്. മറ്റേ എക്സ് വൈഡിൻ്റെ പോലത്തെയാണ്. പിന്നെ എൻജിൻ്റെ ഓയിൽ നോക്കണ സംവിധാനം ഇവിടെയാണ്. ഓയിൽ ഫിൽറ്റർ. പിന്നെ ഇത് BS6 ആണ്. അപ്പോൾ പുക കുറയ്ക്കാനുള്ളൊരു കോട്ടിലും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. പിന്നെ ഇതിൻ്റെ കൂളൻ്റാണ്. ഇത് ഈ ഇരിക്കണുണ്ടോ ടാങ്കിൽ. അതങ്ങനെ കുറയൊന്നുമില്ല. കുറഞ്ഞ് നമുക്ക് ഒഴിക്കാം. ഒരു കുറയൊന്നുമില്ല എന്നാണ് അവർ പറഞ്ഞത്. ഓടിച്ചുകൊണ്ടിരിക്കാനും കുറയില്ല. എയർ ഫിൽറ്ററൊക്കെ എൻ്റെ ഉള്ളിൽ തന്നെയാണ്. അത് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് തുറക്കാൻ പറ്റും. ഇവിടെ 2 പീസൊക്കെ ഇരിക്കുന്നുണ്ടോ. അതെ, സിമ്പിളായിട്ട് ഇതുപോലെ തന്നെ അടയ്ക്കാം കണ്ടോ. ഇങ്ങനെ ക്ലിപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടയ്ക്കാൻ പറ്റും സിമ്പിളായിട്ട്. അടിപൊളി. ബജാജ് മാക്സിമ ഇസഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ. നമുക്ക് ഇതിനുള്ളിൽ കയറി കഴിയുമ്പോൾ
ഇത് ഞാൻ പറഞ്ഞായിരുന്നു തുറക്കാം. പിന്നെ ഇതിവിടെ തുറക്കാൻ പറ്റും. ഇത് തുറന്നിട്ടാണ് എഞ്ചിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ ചവിട്ടി എല്ലാം ഉണ്ട്. വെള്ളം പോകാനുള്ള തുളകളും കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്തുണ്ട് കേട്ടോ. അത് നോക്കി നല്ല സ്പേസാണ് ഇതിനുള്ളിൽ. പിന്നെ ഈ സൈഡിൽ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും തുറക്കാൻ പറ്റില്ല. ഒരു ഉള്ളിലോട്ട് ഗ്യാപ്പ് പോലെയാണ്. അവിടെ എന്തെങ്കിലും വെക്കാനായിരിക്കും. അതെന്തിനാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. പിന്നെ ബാക്കി നമ്മൾ വന്നു കഴിഞ്ഞാൽ സീറ്റൊക്കെ ഉണ്ടല്ലോ. അതെ സിമ്പിളായിട്ട് അങ്ങോട്ട് മറയ്ക്കാൻ പറ്റും കണ്ടോ. അതെ സിമ്പിളായിട്ട് കണ്ടോ മറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഒരു ഇതാണ്. പിന്നെ ഇത് തുറക്കാനും ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. അതെ ഇത് പിടിച്ചിങ്ങ് പൊക്കി കഴിഞ്ഞാൽ തുറക്കും കേട്ടോ. അങ്ങനെ തുറന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇത് തന്നെ സ്റ്റീലിൻ്റെ കോട്ടിങ്ങാണ്, ചൂടൊന്നും അകത്തേക്ക് വരാതിരിക്കാൻ. അപ്പോൾ എഞ്ചിൻ പേരുടെ മേളിൽ നിന്നുള്ള വ്യൂ ആണ് കാണാം കേട്ടോ. ഓയിൽ ഒഴിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഹൗസിങ്ങിൻ്റെ ഓയിൽ. ഇത് കൂളൻ്റാണ്. അത് അടയ്ക്കാനും സിമ്പിളായിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട് സിമ്പിളായിട്ട് ഇങ്ങനെ അടഞ്ഞു. ഇത്രയും ഇതുള്ളൂ. അതുപോലെ സീറ്റ് ഇപ്പോൾ കവറിട്ട് കമ്പനി വരുമ്പോൾ കവറിട്ട് തന്നെയാണ്. കവർ മാറ്റി നല്ല അപ്പോൾസറി വർക്കാണ് സീറ്റെല്ലാം ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് ഡീസലിൽ അടിക്കാനുള്ളതാണുള്ളത്. അടിപൊളി കൊള്ളാം. ഇങ്ങനെ പ്രൊട്ടക്ഷൻ ഉണ്ട്. കാറിൻ്റെ ഒക്കെ പോലെ തന്നെ ഒരു ഗ്യാപ്പാണ്. ഇങ്ങനെ പിരിച്ച് തുറക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് അടയ്ക്കാം കണ്ടോ. സിമ്പിൾ കേസുള്ളൂ. അടിപൊളി കൊള്ളാം. പിന്നെ ഇവിടെയൊക്കെ നല്ലത് എഡ്ജൊക്കെ ഉണ്ട് കണ്ടോ. എഡ്ജ് ഇതിന് ചെറിയ തടിപ്പ് പോലെ എഡ്ജ് ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് മൺകാടൊന്നും സൈഡിൽ വേണ്ട കണ്ടോ. പിന്നെ പുറകിൽ ഫ്ലാപ്പുണ്ട്. ഇനിയിപ്പോൾ ഇത് പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഇതിൻ്റെ ബാക്കി ഷേപ്പൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടോ. അതെ പടതയൊന്നും അടിച്ചിട്ടില്ല. കമ്പനി തന്നെയാണ്. പടതയൊക്കെ ഇങ്ങനെ ഇളകി മറിഞ്ഞ് തവിട് കൂടിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. കൊള്ളാം. എന്തായാലും അത് യാത്ര ഒക്കെ നല്ല സുഖമാണത്. കാലിൻ്റെ സ്പേസ് ഉള്ളത്. ഞാൻ ഇപ്പോൾ ഒരു 6 അടി പൊക്കാൻ കിട്ടും. ഇത്ര സ്പേസ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് എടുക്കുക കേട്ടോ. കാലെന്തായാലും ഇടിക്കില്ല. ഡോറൊക്കെ നമ്മൾ ഇരിക്കണ ലെവലിലാണ്. സീറ്റും കുഴപ്പമില്ല, നല്ല സീറ്റാണ്. അടിപൊളി ഉള്ളത്. ഞങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ നല്ല രസമുണ്ട്. ഒരു ആൽപ്പയിലും യാത്ര ചെയ്യുമ്പോഴല്ല നല്ല സുഖമുണ്ട്. പിന്നെ സൗണ്ടും തീരെ കുറവാട്ടോ. ആപ്പേനെ അപേക്ഷിച്ച് സൗണ്ട് തീരെ കുറവാണ്. ഫ്രണ്ടിൽ നിന്ന് തന്നെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അത് അങ്ങനെ ഓടിക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ നല്ല അടിപൊളി ലുക്കുണ്ട്. അടിപൊളി. ആ മിററായാലും കമ്പനിയുടെ മിററാണ്. കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. 2 സൈഡിലും മിററുണ്ട് കണ്ടോ. അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബജാജിൻ്റെ ഒക്കെ വൈപ്പർ എന്ന് വെച്ചാൽ ഈ വൈപ്പർ എവിടെ കൊണ്ടുപോയി നിർത്തിയാലും ഇവിടെ തന്നെ വന്നിരിക്കുള്ളൂ. കാറിൻ്റെ ഒക്കെ ഒരു സിസ്റ്റമാണ്. പിന്നെ കാറിൻ്റെ നമ്മുടെ മാരുതി 800 ഒക്കെ പോലത്തെ ക്ലച്ചാണ് ഇതിനകത്തിരിക്കണേ. നമ്മുടെ ആൽഫയുടെ പോലത്തെ ക്ലച്ച് ഡിസ്കും കാര്യങ്ങളൊന്നുമല്ല. അങ്ങനത്തെ സംവിധാനമാണ് ഇരിക്കുന്നത്. എന്തായാലും വണ്ടി കൊള്ളാം. അടിപൊളി. അപ്പോൾ നമ്മുടെ ബജാജ് ഇസെറ്റ് വണ്ടിയുടെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു. അപ്പോൾ ഇതാണ് പുതിയ ഷോറൂമിൽ നിന്ന് വന്ന കണ്ടീഷൻ വണ്ടിയാണ് ഈ മോഡൽ. ഇത് പണിത് കഴിയുമ്പോൾ ലുക്കൊക്കെ വേറെ രീതിയിലായി മാറും. എന്തായാലും വണ്ടി അടിപൊളിയാണ്. ഇപ്പോൾ ഒരു 200-300 കിലോമീറ്റർ ആയുള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വലിയൊക്കെ ആയി നല്ല സെറ്റായിട്ട് വരും. അപ്പോൾ നമ്മുടെ ബജാജ് ഇസെറ്റിൻ്റെ വീഡിയോ വിളിച്ച് വൈൻഡപ്പ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരും. അതിലെല്ലാവർക്കും ബൈ.